അമ്മ നമസ്കാരം. നമസ്കാരം. അമ്മയുടെ പേര്? വിജയമ്മ ചെല്ലപ്പൻ. അമ്മ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ കുറ്റൂർ പഞ്ചായത്തിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ കൈക്ക് വേദനയായിട്ടാണ് ഇവിടെ വരുന്നത്. കൈക്ക് വേദനയായി പിന്നെ ചെങ്ങന്നൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. അത് കഴിഞ്ഞ് ചെങ്ങന്നൂർ ആയുർവേദികശാലയിൽ പോയി, ചങ്ങനാശ്ശേരി ആയുർവേദികശാലയിൽ പോയി, തിരുവല്ല പുഷ്പഗിരി പോയി, തിരുവല്ല ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി, പിന്നെ വേറൊരു ആശുപത്രിയിലും കൂടെ പോയി. അവിടെ ഒന്നും എനിക്കൊരു കുറവ് കിട്ടില്ല. ഉറങ്ങിയിട്ടുമില്ല, കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല, അതേ രീതിയിലാണ്. ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഉറക്കം തികയുന്നില്ല, കൈയുടെ വേദനകളെല്ലാം മാറി, എല്ലാം മാറി. ഞാൻ ഇപ്പോൾ സന്തോഷവതിയായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ 3 ദിവസമേ വന്നുള്ളൂ. ഇത് 3ാമത്തെ ദിവസമാണ്. എനിക്കിത് വരേണ്ടതില്ലെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അസുഖങ്ങളെല്ലാം മാറി. നീ കാണുന്നവർ ഇത് കണ്ട് വന്ന് ഇവിടെ ചികിത്സിക്കുക എന്നാണ് എനിക്ക് അഭിപ്രായം പറയാം. ഉറക്കമൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട്. ഉറക്കം നല്ല ഉറക്കം തികയുന്നില്ല ഇപ്പോൾ. അതുപോലെ ഉറങ്ങുന്നുണ്ട്, കൈക്ക് വേദനയില്ല. ഞാൻ ചക്ക ഇടാൻ പോയി, ചക്ക ഇട്ടു. ഇപ്പം കൈയെടുത്ത് വെട്ടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. മറ്റേ ഗ്ലൗസ് പോലും ഇട്ടുവാണെങ്കിൽ മരുമോടെ സ്വാധീനത്തല്ല ഗ്ലൗസ് ബ്ലേസറെല്ലാം ഉപയോഗിക്കുന്നത്. ഇതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ സ്വന്തമായിട്ടെല്ലാം ചെയ്യാം. നമ്മളുടെ ചേച്ചിക്ക് കുറച്ച് കണ്ടീഷൻ മോശമായിരുന്നു. നമ്മളതിന് തെറാപ്പി കൊടുത്ത് നമ്മൾ അത് മാറ്റി. പിന്നെ ചേച്ചിയുടെ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥിച്ചാൽ ജയിക്കുന്നതാണല്ലോ ദൈവം. എന്ത് അസുഖത്തിനും പരിഹാരം പ്രാർത്ഥനയാണുള്ളത്. ലാസ്റ്റ് ഘട്ടത്തിൽ ആൾക്കാർ പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യുന്നത്. അതുവരെ ഹോസ്പിറ്റലിൽ പോയി മനുഷ്യനെ ആശ്രയിക്കും. മനുഷ്യൻ ദൈവത്തിനെ ആശ്രയിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിജയം ഉണ്ടാകുന്നത്. ദൈവത്തിൽ ഫലം കൽപ്പിക്കുക.